ആത്മാവിൻ്റെ അഗ്നിപ്പെയ്ത്തിൽ ആറാടിയ മനുഷ്യർ. ശിഷ്യന്മാരെ കുറിച്ച് അങ്ങനെയാ പറയണേ, പെന്തക്കുസ്ത കഴിയുമ്പോൾ ആത്മാവിൻ്റെ അഗ്നിപ്പെയ്ത്തിൽ ആറാടിയ മനുഷ്യർ. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഈ തീ ഒന്ന് കത്തിജ്വലിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തീ കിട്ടിയ മനുഷ്യർ പോയി പറഞ്ഞിടത്തൊക്കെ, സുവിശേഷം എന്നവർ പറഞ്ഞിടത്തൊക്കെ, ക്രിസ്തുവിനെ പറഞ്ഞിടത്തൊക്കെ വലിയൊരു ഭിന്നതയുണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് പറയും, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടാവും, ഭിന്നിച്ചിരിക്കുന്ന രണ്ടുപേർ നിങ്ങളുടെ ഇടയിലുണ്ടാവും. കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ഒരു ഭിന്നത കർത്താവിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും തമ്മിലുള്ള ഭിന്നതയാണ്. അതൊരിക്കലും ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരല്ല ഭിന്നതയുണ്ടാക്കുന്നത്, നേരെ മറിച്ച് കർത്താവിനെ സ്വീകരിക്കാൻ മടി കാണിക്കുന്നവരാണ്. വളരെ സിമ്പിളായിട്ട് ഒരു ഉദാഹരണം കാണിച്ചു തരാം. വീട്ടിലേക്ക് ചെല്ല്, സ്വന്തം വീടുകളെ ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാൾ, എല്ലാ ദിവസവും ജപമാല ചൊല്ലും. അയാളുടെ ജീവിതം എങ്ങനെയുള്ളതാക്കോട്ടെ, ചിലപ്പോൾ പൊറുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ പല സുഹൃത്തുക്കളും അയാൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നമ്മൾ പള്ളിയിൽ പോകാത്ത, ഈശോയോട് ചേർന്ന് നിൽക്കാത്ത പലരേക്കാളും മോശപ്പെട്ട ജീവിതമൊക്കെയാണ് നമുക്ക് തോന്നും. പക്ഷേ ഈ പള്ളിയിൽ പോകുന്ന മനുഷ്യർ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ, കൂദാശകൾ ജീവിക്കുന്ന മനുഷ്യർ, അവരല്ല കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത്. പ്രാർത്ഥന ചെല്ലാനായിട്ട് മുട്ടുമ്പോൾ നിൽക്കുന്ന നേരത്ത് ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുന്നത്. അവർ തന്നെയാണ് ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് മാറി തങ്ങളുടെ തിരക്കുകളിലേക്ക് ഊളിയിട്ടിറങ്ങുന്നത്. കർത്താവിനോട് ചേർന്ന് നിൽക്കാത്ത മനുഷ്യരാണ് ഭിന്നതയുണ്ടാക്കണേ. അങ്ങനെയാണ് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ ഭിന്നതയുണ്ടാകുന്നത്. പിന്നീട് പല പല ഗ്രൂപ്പുകളും പല പല പള്ളികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ സഭ പിളർന്ന് പോകാനായിട്ടുണ്ടായ കാരണം അത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്ത, അവൻ്റെ കൂദാശകളോട് ചേർന്ന് നിൽക്കാത്ത മനുഷ്യരുണ്ടാക്കിയ ഭിന്നത തന്നെയാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനെ നന്മ ജീവിച്ചിരുന്നവരും തിന്മയിലൂടെ ജീവിതം നയിച്ചിരുന്നവരും. എന്നിട്ട് പൗലോസ്ലീഹ ചോദിക്കും, ആ തിന്മയിൽ ജീവിച്ചിരുന്ന നിങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ തന്നത്? മരണമാണതിൻ്റെ പ്രതിഫലം. എന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നിത്യജീവനും കിട്ടുന്നു. ഇതാണ് ഭിന്നത കർത്താവ് പറയണത്.